ലോക്സഭാ തിരഞ്ഞെടുപ്പാണ്, കേരള അസംബ്ലി തിരഞ്ഞെടുപ്പല്ല. അത് നടക്കാൻ പോകുന്നത് 2026-ലാണ്. ഈ ലോക്സഭാ തിരഞ്ഞെടുപ്പാണ്. ഇന്ത്യ അടുത്ത 5 വർഷം ആര് ഭരിക്കണം? ആരെന്ന് പറഞ്ഞാൽ ആര് പ്രധാനമന്ത്രിയാണെന്ന് മാത്രമല്ല, അടുത്ത 5 വർഷക്കാലം ഇനി അങ്ങോട്ട് ഇന്ത്യയുടെ നയങ്ങൾ, ആദർശങ്ങൾ, പരിപാടികൾ എന്താണെന്ന് തീരുമാനിക്കാനുള്ള ഇലക്ഷനാണ്. ഒരർത്ഥത്തിൽ ഈ തെരഞ്ഞെടുപ്പ് ഒരു ജീവൻ മരണ പോരാട്ടമാണ്. ഡു ഓർ ഡൈ എന്ന് പറയാവുന്ന ഒരു തെരഞ്ഞെടുപ്പാണ്. ഇന്ത്യയെ വീണ്ടെടുക്കാനുള്ള, ഇന്ത്യയെ സംരക്ഷിക്കാനുള്ള ഇലക്ഷനാണ്. ഇന്ത്യ എന്ന് പറയുന്ന ഭൂപ്രദേശത്തെ വീണ്ടെടുക്കാനുള്ള ഇലക്ഷനല്ല, ഇന്ത്യ എന്ന് പറയുന്ന ആശയത്തെ വീണ്ടെടുക്കാനുള്ള, സംരക്ഷിക്കാനുള്ള ഇലക്ഷനാണ്. ഇന്ന് കാണുന്ന ഇന്ത്യ എന്ന ആശയം രൂപപ്പെട്ടത് സ്വാതന്ത്ര്യ സമരകാലത്താണ്. സ്വാതന്ത്ര്യ സമരത്തിൻ്റെ അവസാനമാണ് ഇന്ത്യ എന്ന ആശയം സമൂർത്തമായി ഇന്ത്യൻ ഭരണഘടനയിൽ കൂടി ഔദ്യോഗികമായി രൂപപ്പെട്ടത്. ആ ആശയം ഇന്ന് വലിയ വെല്ലുവിളി നിൽക്കുകയാണ്. കഴിഞ്ഞ 10 വർഷക്കാലത്തെ നരേന്ദ്രമോദി നയിച്ച BJP ഗവൺമെന്റ് കഴിഞ്ഞ 10 വർഷമായി ആസൂത്രിതമായി ആശയത്തെ ഞെക്കി ഞെരുക്കി ഇല്ലാതാക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിനെ എങ്ങനെ കൈകാര്യം ചെയ്യുന്നു? അതാണ് പ്രശ്നം. അതുകൊണ്ട് ഈ ഇലക്ഷന്റെ ലക്ഷ്യം ഈ ഇലക്ഷൻ കഴിഞ്ഞാൽ BJPയുടെ ഭരണം അവസാനിപ്പിക്കണം, നരേന്ദ്രമോദിയുടെ ഭരണം അവസാനിപ്പിക്കണം, RSSന്റെ ഫെൻസി ട്രെയിനിങ് അവസാനിപ്പിക്കണം. അതാണ് ഇലക്ഷന്റെ പ്രധാനമായ ലക്ഷ്യം. ഈ ഇലക്ഷൻ കഴിയുമ്പോൾ നമുക്ക് വീണ്ടും ഇന്ത്യൻ എന്ന ആശയത്തിന്റെ ഔപചാരികമായ എല്ലാം ഉൾക്കൊള്ളുന്ന ഡോക്ടർ അംബേദ്കർ എഴുതി തയ്യാറാക്കിയ ഭരണഘടനയുടെ അടിസ്ഥാന മൂല്യങ്ങളെല്ലാം കണ്ണിലെ കൃഷ്ണമണി പോലെ കാത്തുസൂക്ഷിക്കാൻ കഴിയണം. ഇതാണ് എൻ്റെ അഭിപ്രായം. നരേന്ദ്രമോദിയുടെ ഗവൺമെന്റ് വീണ്ടും വന്നാൽ ഡോക്ടർ അംബേദ്കർ തയ്യാറാക്കിയ ഭരണഘടനയിലെ അടിസ്ഥാന മൂല്യങ്ങൾ അട്ടിമറിക്കപ്പെടും, ഭരണഘടന അട്ടിമറിക്കപ്പെടും. അത് ജനാധിപത്യത്തിന്റെ അന്ത്യത്തിന് തുടക്കമായിരിക്കും. ആ ആപത്ത് ഒഴിവാക്കണം. ഇന്ത്യൻ ഭരണഘടനയുടെ പ്രധാനപ്പെട്ട ഒരു പ്രത്യേകത, ലോകത്ത് ഇതുപോലെ ഭരണഘടന ഒന്നുമില്ല. ഇന്ത്യയിൽ ജീവിക്കുന്ന എല്ലാവർക്കും, എല്ലാ ഇന്ത്യൻ പൗരന്മാർക്കും മൗലികാവകാശങ്ങൾ കോടതിയിൽ ചോദ്യം ചെയ്ത് സംരക്ഷിക്കപ്പെടാവുന്ന മൗലികാവകാശങ്ങൾ വാഗ്ദാനം ചെയ്യുന്നു. എല്ലാവർക്കും തുല്യത, നിയമത്തിന്റെ മുമ്പിൽ തുല്യത, സാമ്പത്തിക സമത്വം, എല്ലാവർക്കും നീതി, അത് സ്വാതന്ത്ര്യം, വ്യക്തി സ്വാതന്ത്ര്യം, പൗരാവകാശങ്ങൾ സംരക്ഷിക്കാനുള്ള സ്വാതന്ത്ര്യം, ഇതെല്ലാം ഇന്ത്യൻ ഭരണഘടനയുടെ ഫണ്ടമെന്റൽ റൈറ്റ്സിന്റെ ഭാഗമാണ്. അതോടൊപ്പം തന്നെ
ഇന്ത്യയിലെ മത ഭാഷാ ന്യൂനപക്ഷങ്ങൾക്ക് പ്രത്യേകമായ ചില അവകാശങ്ങൾ ഇന്ത്യൻ ഭരണഘടന ഉറപ്പു നൽകുന്നുണ്ട്. കെ ആന്റണി, ഭരണഘടന സംരക്ഷിക്കാൻ, ഇന്ത്യ എന്ന ആശയത്തെ സംരക്ഷിക്കാൻ നരേന്ദ്രമോദിയുടെ തുടർഭരണത്തെ തകർക്കേണ്ടതുണ്ട് എന്നാണ് എ കെ ആന്റണി